ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഡയറി ടു ഡെത്തിൻ്റെ 7ാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണിക്കുന്നത് ഇപ്പോൾ ഫായിയുടെയും ചാമ്പിൻ്റെ എല്ലാം അവർ 8 പേരടങ്ങുന്ന ഗ്രൂപ്പ് അവരെല്ലാവരും കൂടെ ആയിട്ട് ഒരുമിച്ച് ഡ്രിങ്ക് ചെയ്ത് എൻജോയ് ചെയ്യുന്നതാണ്. ആ ടൈമാണെങ്കിൽ ഓരോ എപ്പിസോഡിലായി ഇവർ ഓരോരുത്തരുടെയും കയ്യിലിരിക്കുന്ന നമ്മൾ കണ്ട ആ ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഇപ്പോൾ അവനായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അത് എല്ലാവർക്കും സൂക്ഷിക്കാനായിട്ട് ഒരു കോപ്പി കൊണ്ടുവന്നത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതെല്ലാം എല്ലാവരും വാങ്ങിച്ച് കൊള്ളാലോ എന്നൊക്കെ പറഞ്ഞിട്ട് കാർഡ് ഗെയിമൊക്കെ കളിച്ചാൽ എല്ലാവരും എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാം കഴിയുമ്പോഴത്തേക്കും ചാമ്പും ചെറിനും ഒരുമിച്ച് ഒരു വഴിയിലോട്ട് പോവുകയാണ്. മിക്കവാറും ഇൻറ്റിമേറ്റ് ആവുമ്പോൾ തന്നെ ആയിരിക്കണം. അതേസമയം ഫായിയാണെങ്കിൽ കുടിച്ച് ഒരു പരുവായി ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അവളെ ബെഡിലേക്ക് കൊണ്ട് കിടത്താനായിട്ട് വിളിച്ചുകൊണ്ട് പോകുന്നത് ജയ്യാണ്. ജയ് അവളെ കൊണ്ടുപോകുന്ന സമയത്ത് അതെല്ലാം തന്നെ ടൈം പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ജയ്യാണെങ്കിൽ ഫായിനെ കൊണ്ടുവന്ന് ബെഡിലേക്ക് കിടത്തുന്നുണ്ട്, ബ്ലാങ്കറ്റൊക്കെ മൂടി കൊടുക്കുന്നുണ്ട്. നീ ഉറങ്ങിക്കോ, ഞാൻ കുറേ കഴിഞ്ഞിട്ട് ടൈമിനെ നിന്നെ എണീപ്പിക്കാനായിട്ട് പറഞ്ഞു വിടാമെന്ന് പറഞ്ഞിട്ട് അവൻ പോകാനായി തുടങ്ങാണ്. എന്നാൽ ഫായിയാണെങ്കിൽ അവൻ്റെ കയ്യിലേക്ക് പിടിച്ച് അവനെ തടങ്ങി നിർത്തുന്നുണ്ട്. ആ ഒരു മൊമെൻറ്റിൽ വെച്ചായിരുന്നു രണ്ടുപേരും തമ്മിൽ ഇങ്ങനെ ഇൻറ്റിമേറ്റ് ആയതും അവിടെ ഒരു 1 നൈറ്റ് സ്റ്റാൻഡ് ക്രിയേറ്റ് ആയതും. പക്ഷേ അവർ തമ്മിൽ നടന്ന ഒരു സംഭവങ്ങളെല്ലാം തന്നെ അവിടെ റൂമിൻ്റെ സൈഡിൽ ആരോ വെച്ച ഒരു ക്യാമറയിൽ റെക്കോർഡ് ആവുന്നുണ്ടായിരുന്നു. എൻ്റെ ഒരു ഇതിൽ അത് ടൈം തന്നെ ആയിരിക്കും വെച്ചിട്ടുണ്ടാവുക. അതിനുശേഷം പിന്നീട് പ്രസൻറ്റ് സിറ്റുവേഷൻ കാണിക്കുമ്പോൾ കഴിഞ്ഞ എപ്പിസോഡ് എൻഡിങ്ങിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് ജെയ്ഡും കാമിനും ഇൻറ്റിമേറ്റ് ആവുന്നതായിരുന്നു. ഇപ്പോൾ രണ്ടുപേരും ഇൻറ്റിമേറ്റ് ആയിട്ട് ഇങ്ങനെ പരസ്പരം അടുത്തടുത്ത് ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഇപ്പോൾ ജെയ്ഡ് ആ സമയം ക്യാമിൻ്റെ കയ്യിലുണ്ടായ ഒരു മുറിവ് അവന് വേദനിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഇല്ല, എന്നെ പൊന്നോലെ നോക്കാനായിട്ട് ഒരാളുള്ളതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. ജെയ്ഡ് ആ ടൈമിന് ഭയങ്കര സ്വീറ്റായിട്ടാണല്ലോ നീ സംസാരിക്കുന്നതെന്ന് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ജെയ്ഡിനെ അവൻ കിസ് ചെയ്തിട്ട് ശരിക്കും എൻ്റെ സ്വീറ്റാണെന്ന് അറിയാനായിട്ടാണ് ഞാൻ നിന്നെ കിസ് ചെയ്ത് തിരിച്ച് ക്യാമൻ പറയുന്നുണ്ട്. ജെയ്ഡ് അപ്പോൾ നീ വർക്ക് ചെയ്യുന്ന ടൈമിനും ബെഡിലുള്ള സമയത്തും നിൻ്റെ സംസാരവും ക്യാരക്ടേഴ്സും വേറെയാണെന്ന് പറയുമ്പോഴത്തേക്കും ക്യാമിൻ കിടന്നിടത്തുനിന്ന് എഴുന്നേൽക്കുന്നുണ്ട്. ആ ടൈമിന് ജെയ്ഡ് പക്ഷേ എനിക്കത് ഇഷ്ടമാണെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. ക്യാമൻ അതേസമയം ആ ഡ്രസ്സൊക്കെ എടുത്തിടുന്ന കാണുമ്പോൾ ജെയ്ഡാണെങ്കിൽ അല്ല, നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ, നമുക്കിനി ടൈം ഉണ്ടല്ലോ, നീ ഇപ്പോഴും എഴുന്നേറ്റ് പോവാണെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും അത് പിന്നെ ഒരുപാട് വർക്ക് ചെയ്തില്ലേ, എനിക്കാണെങ്കിൽ ഇനി ആക്ച്വലി കുറച്ച് റെസ്റ്റ് എടുക്കാനുണ്ടെന്ന് പറയുമ്പോൾ ജെയ്ഡാണെങ്കിൽ അപ്പം നീ ശരിക്കും റെസ്റ്റൊക്കെ എടുക്കാറുണ്ടോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് ക്യാമിൻ ജെയ്ഡിനെ വിളിച്ചുകൊണ്ട് സ്വിമ്മിങ്ങിന് വേണ്ടിയിട്ട് വന്നേക്കുന്നതാണ്. കണ്ടിട്ട് തോന്നുന്നത് അവൻ്റെ ആ റെസ്റ്റ് എടുക്കുന്ന പരിപാടി എന്നൊക്കെ പറയുന്നത് ഇതുപോലെ ഹോബീസ് ചെയ്യുന്നതാണെന്നാണ്. ക്യാമിൻ എന്നിട്ട് സ്വിമ്മിങ് ചെയ്യുന്നതിന് മുന്നേ പറയുന്നുണ്ട് ആരാണോ ആദ്യം സ്വിം ചെയ്ത് തിരിച്ചെത്തുന്നത് അയാൾ ജയിക്കും, തോക്കുന്ന ആളാണെങ്കിൽ 100 പുഷപ്പ് എടുക്കണമെന്ന്. ആ ടൈമിന് ജെയ്ഡ് ഞാനാണെങ്കിൽ ഇതിൽ ചാമ്പ്യൻ ആണെന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങുന്നുണ്ട്. എന്നാൽ ജയിക്കുന്നത് ക്യാമിനാണ്. അപ്പോൾ തന്നെ അതുകൊണ്ട് തന്നെ ക്യാമിൻ ഉടനെ തന്നെ ജെയ്ഡിനോട് പറഞ്ഞ വാക്ക് പാലിക്കണം, പോയി പുഷപ്പ് എടുക്കാനായിട്ട് പറയുന്നുണ്ട്. ജെയ്ഡ് അപ്പോൾ അറിയാം ഞാനൊരിക്കലും വാക്ക് മാറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് പുഷപ്പ് എടുക്കാനായിട്ട് സ്വിമ്മിംഗ് പൂളിൽ നിന്ന് പുറത്തേക്ക് വരാനായി തുടങ്ങാണ്. എന്നാൽ ആ ടൈമിന് അവിടെ നിന്ന് ഇങ്ങനെ വീഴാനായിട്ട് പോകുന്നുണ്ട്. ക്യാമിൻ അപ്പോൾ നീ ഓക്കെ അല്ലേ എന്ന് പറഞ്ഞിട്ട് അവനെ ഇങ്ങനെ പിടിക്കുമ്പോഴത്തേക്കും ജെയ്ഡാണെങ്കിൽ ക്യാമിനെ കിസ് ചെയ്യുകയാണ്. ഇതെല്ലാം തന്നെ അവനൊരു അടവായിരുന്നു. ആ ടൈമിന് ക്യാമിൻ അപ്പോൾ നീ കളിക്കുകയാണോ എന്ന് നോക്കുമ്പോൾ ജസ്റ്റ് ഒരു ഫണിനായിട്ട് ചെയ്തതാണ്, നീ എപ്പോഴും ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, നിനക്ക് ശരിക്കുള്ള റെസ്റ്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ട് ക്യാമിനെയും കൊണ്ട് ഒരു ദിവസം വർക്ക് ചെയ്യുന്ന തന്നെ മാറ്റിയിട്ട് പുറത്തേക്ക് കറങ്ങാനൊക്കെ ആയിട്ടുള്ള രീതിയിൽ കൊണ്ടുപോകുന്നുണ്ട്. ഫസ്റ്റ് തന്നെ എപ്പോഴും ജെയ്ഡ് ഫുഡ് കഴിക്കാനായിട്ട് പോകുന്ന ഒരു സ്റ്റോറിലേക്കാണ് കൊണ്ടുപോകുന്നത്. എപ്പോഴും ഫുഡ് കഴിക്കാൻ പോകുന്നതുകൊണ്ട് തന്നെ അവിടെ ഒരു കട നടത്തുന്ന ആ ഒരു ലേഡിക്ക് അവൻ നന്നായിട്ട് അറിയാം. അവൻ വരുമ്പോൾ തന്നെ നീ കട നോക്കിക്കോ, ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് ആ ലേഡി അവിടെ നിന്ന് പോകുന്നുണ്ട്. അവൻ എപ്പോൾ വന്നാലും അവനെ ഇങ്ങനെ പിടിച്ച് ചേർത്തിട്ട് അവർ പോകാറുണ്ട്. അപ്പോൾ ക്യാമിനോട് ആ കാര്യം പറഞ്ഞിട്ട് ഇവൻ പറയുന്നുണ്ട് അതായത് അപ്പുറത്തെ കടയിലുള്ളവരുമായിട്ട് ഗോസിപ്പ് പറയാനായിട്ടാണ് ഇവരിങ്ങനെ പോകുന്നതെന്ന്. അങ്ങനെ ഇവരാണെങ്കിൽ ആ കടയിൽ അങ്ങോട്ടേക്ക് കയറി നിന്നിട്ട് ഉണ്ടാക്കി ചെയ്യുന്ന ഫുഡൊക്കെ എടുത്ത് കഴിക്കാനായിട്ട് തുടങ്ങുമ്പോൾ ജെയ്ഡ് എടുത്ത അതേ ഒരു ഫുഡിൽ നിന്ന് തന്നെ നമ്മുടെ ക്യാമിനും എടുത്ത് കഴിക്കുന്നൊക്കെ ഉണ്ട്. കുറച്ച് റൊമാൻറ്റിക്കൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ആ ടൈമിൽ ഒരു കസ്റ്റമർ വന്നിട്ട് നിൻ്റെ ബോയ് ഫ്രണ്ടുമായിട്ട് പിന്നീട് നിനക്ക് ഫ്ലേർട്ട് ചെയ്യാം, ഇപ്പോൾ ഓർഡർ ചെയ്യുന്ന ഫുഡ് പാഴ്സലാക്കി തരാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ ആയിട്ട് അവർ പറയുന്ന ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട്. കുറച്ച് കസ്റ്റമേഴ്സ് കൂടി വരുന്നുണ്ട്. അങ്ങനെ അവർക്ക് എല്ലാവർക്കുള്ള ഫുഡ് ഇവർ തന്നെ പാഴ്സലാക്കി കൊടുത്തിട്ട് സത്യം പറഞ്ഞാൽ അവരെ കടയുടെ ഓണേഴ്സായിട്ട് മാറുന്നുണ്ട് കുറച്ച് നേരത്തേക്ക്. അതിനുശേഷം രണ്ടുപേരും ഒരു ഫോട്ടോ ബൂത്തിൽ ഫോട്ടോ എടുക്കാനാണ് പോകുന്നത്. ഫോട്ടോ എടുക്കുന്നതിന് മുന്നേ ആയിട്ട് കുറച്ച് ക്യൂട്ട് ഐറ്റംസ് എല്ലാം നമ്മുടെ ക്യാമിൻ്റെ തലയിലൊക്കെ ആയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നാൽ ക്യാമിൻ അത് കൊള്ളൂല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ജെയ്ഡ് അവസാനം ഒരെണ്ണടുത്ത് വെച്ചെടുക്കുമ്പോൾ ക്യാമിൻ ഇത് മതി എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും ഒരുമിച്ച് കുറേ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. ലാസ്റ്റ് അതൊക്കെ പ്രിൻറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും ആ ഒരു ഫോട്ടോസ് രണ്ടുപേർക്കും ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാമിൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് കട്ട് ചെയ്തെടുത്ത ഫോട്ടോയിൽ ഒരെണ്ണം ജെയ്ഡിൻ്റെ ബാഡ്ജൊക്കെ ഇരിക്കുന്ന ആ ഒരു പേഴ്സിൽ അവന് വെച്ച് കൊടുക്കുന്നുണ്ട്. ക്യാമിനും അതേപോലെ തന്നെ അവൻ്റെ ബാഡ്ജ് ഇരിക്കുന്ന ആ ഒരു പേഴ്സിൽ വെക്കുന്നുണ്ട്. അങ്ങനെ വെച്ചിട്ട് ഓക്കെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുമ്പോഴാണ് അവനൊരു കോൾ വരുന്നുണ്ട്. അങ്ങനെ ക്യാമിൻ കോൾ അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്കും വർക്കിൻ്റെ കാര്യം വന്നു എന്ന് അവന് മനസ്സിലാവുന്നുണ്ട്. കോൾ കട്ട് ചെയ്ത ഉടനെ തന്നെ ജെയ്ഡിനോട് വാ നമുക്ക് എൻജോയ് ചെയ്യേണ്ട സമയമൊക്കെ കഴിഞ്ഞ് നമുക്ക് വർക്ക് വന്നിട്ടുണ്ട്, വേഗം നമുക്ക് ആ സ്ഥലത്തേക്ക് പോകാമെന്ന് പറയുന്നുണ്ട്. ജെയ്ഡ് അപ്പോൾ എങ്ങോട്ടേക്കാണെന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ ടൈമുള്ള സ്ഥലത്തേക്കാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ തന്നെ ടൈമിനെ കാണിക്കുമ്പോൾ ഇപ്പോൾ കില്ലർ അവനിങ്ങനെ പിടിച്ചു വെച്ചിട്ടുണ്ട്. അവൻ്റെ കൈയും കാലൊക്കെ കെട്ടിയിട്ട് അവൻ്റെ ഡ്രസ്സൊക്കെ റിമൂവ് ചെയ്തിട്ട് ജസ്റ്റ് ഷോർട്ട്സ് മാത്രം ഇട്ട് അവൻ എങ്ങോട്ടോ വലിച്ചുകൊണ്ട് പോവാണ്. ആ ടൈമിൽ ടൈമാണ് ചുറ്റും നോക്കിയിട്ട് ഇത് ഏതോ സ്ഥലം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ടൈമാണെങ്കിൽ ആ ഒരു കില്ലറിൻ്റെ അടുത്ത് നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ജെയ്യിനെ ഞാൻ ആ ഒരു സീനിൽ നിന്ന് ഒഴിവാക്കാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തില്ലേ, ആ ഒരു കാറ് ഞാൻ അവിടെ നിന്നെടുത്ത് മാറ്റിയില്ലേ, ഇതൊക്കെ ചെയ്താൽ എന്നെ വെറുതെ വിടാൻ നിങ്ങൾ പറഞ്ഞതല്ലേ എന്നിങ്ങനെ ആവശ്യപ്പെടുന്നുണ്ട്. അവൻ്റെ ഈ ഒരു സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ജെയ്യാണെങ്കിൽ ടോങ്ങളെ മരിച്ച ഒരു സീനിലുണ്ടായിരുന്നപ്പോൾ അവനൊരാൾ അടിച്ചിട്ടു എന്നും അതൊരാളാണെന്ന് എനിക്ക് ഉറപ്പുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതപ്പോൾ എന്തായാലും കില്ലർ പറഞ്ഞതനുസരിച്ച് ടൈം തന്നെയായിരുന്നു അവൻ അടിച്ചിട്ടിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇപ്പോൾ ടൈം ഇങ്ങനെ പറയുന്നേക്കുമ്പോൾ ഒരു കില്ലറാണെങ്കിൽ അല്ല ഞാൻ നിന്നെ എങ്ങനെ പറഞ്ഞു വിടാൻ,
നീയാണെങ്കിൽ ഓരോരുത്തരെ വീഡിയോസും ഷൂട്ട് ചെയ്തിട്ട് അത് പൈസയ്ക്ക് വേണ്ടി വിൽക്കുകയല്ലേ, നിന്നെ ഇനി പുറത്തുവിട്ട് നീ ഇനി അങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കത്തില്ലേ എന്ന് പറയുമ്പോഴത്തേക്കും ടൈമാണെങ്കിൽ ഇല്ല ഞാൻ അതൊക്കെ നിർത്തി എന്ന് പറയുന്നുണ്ട്. കില്ലറപ്പോൾ നീ നിർത്തിയെന്നോ, നീയാണെങ്കിൽ ഇപ്പം തന്നെ എത്ര പേര് ലൈഫാണ് ഇതുപോലെ നശിപ്പിച്ചതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവൻ്റെ പ്രൈവറ്റ് പാർട്ടിയിൽ തന്നെ ഭയങ്കരമായിട്ട് ഫോഴ്സിൽ തന്നെ ഷൗട്ടുന്നുണ്ട്. അവനാണെങ്കിൽ ഭയങ്കര വേദന ഉണ്ട്, അവൻ വിളിക്കുന്നുണ്ട്. അതിനുശേഷം ജെയിനെയും ക്യാമിനെയും കാണിക്കുമ്പോൾ മറ്റ് പോലീസ് ഓഫീസേഴ്സ് വരാനായിട്ട് പറഞ്ഞ ഒരു സീനിലേക്ക് ഇവർ പൊക്കോണ്ടിരിക്കുകയാണ്. അങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുന്ന ടൈമിന് ജെയിനോട് ക്യാമിൻ പറയുന്നുണ്ട് ഈ ഒരു കേസ് കഴിയുമ്പോഴത്തേക്കും മിക്കവാറും ഞാൻ റിസൈൻ ചെയ്തിട്ട് തിരിച്ച് അബ്രോഡ് പോകുന്നു. ആ ടൈമിന് അതെന്താ അങ്ങനെയൊന്നും പോവല്ലേ, നീ ഇനി എങ്ങോട്ട് പോയാലും ഞാൻ നിൻ്റെ കൂടെ വരുമെന്ന് പറയുന്നുണ്ട്. ആ ടൈമിന് ക്യാമിൻ നീ അങ്ങനെയും തീരുമാനം എടുക്കല്ലേ, ഇനി ഫ്യൂച്ചറിൽ എന്താ നടക്കാൻ പോകുന്നത് നമുക്ക് പോലും അറിയത്തില്ല. പിന്നെ അതുമാത്രമല്ല മിക്കവാറും ഈ കേസൊക്കെ കഴിയുമ്പോഴത്തേക്കും എന്നെ ഇവിടുന്ന് റിസൈൻ ചെയ്ത് വിടാനും അവർ ചാൻസ് ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്കും അതിന് ഞാൻ സമ്മതിക്കത്തില്ല എന്ന് തിരിച്ച് ഇവൻ പറയുന്നുണ്ട്. അതിനുശേഷം ഇവർ ടൈമിനെ പറ്റി സംസാരിക്കുകയാണ്. ടോങ്ക്ല തൻ്റെ അടുത്ത് പറഞ്ഞതായിട്ടുള്ള ടൈമാണെങ്കിൽ മറ്റു പിള്ളേരുടെ ഇൻറ്റിമേറ്റ് ആകുന്ന വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്തിട്ട് അതൊക്കെ പൈസയ്ക്ക് വേണ്ടി വിൽക്കാറുണ്ടെന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ക്യാമിൻ ജെയിഡിന് പറഞ്ഞു കൊടുക്കുമ്പോൾ അപ്പോൾ അവർ ഫ്രണ്ട് ഗ്യാങ്ങിലുള്ള ആരെങ്കിലും വീഡിയോ ഒക്കെ അവൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ടോങ്ക്ലയാണെങ്കിൽ ഉണ്ടെന്നാണ് തന്നോട് പറഞ്ഞതെന്ന് തിരിച്ച് അവൻ പറയുന്നുണ്ട്. അടുത്ത് ടൈമിനെ കാണിക്കുകയാണെങ്കിൽ ഇപ്പോൾ കില്ലർ അവൻ ഒരിതുകൊണ്ടെന്ന് ഇങ്ങനെ കെട്ടിയിട്ടൊക്കെയാണ്. അതിൽ ടൈം തന്നെ പൈസയ്ക്ക് വേണ്ടിയിട്ട് സെല്ല് ചെയ്ത അവൻ്റെ തന്നെ ഒരു ഇൻറ്റിമേറ്റ് വീഡിയോ ആണെന്ന് തോന്നുന്നു. അതിങ്ങനെ അവിടെയുള്ള സ്ക്രീനിലൊക്കെ ഇങ്ങനെ പ്ലേ ചെയ്യുന്നുണ്ട്. ഇതേസമയം മറ്റ് പോലീസുകാരാണെങ്കിൽ എത്തിയിരിക്കുന്ന സ്ഥലത്തേക്ക് ക്യാമിനും ജെയ്ഡൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. ടൈമിനെ ഇപ്പോൾ ആ ഒരു കില്ലർ ഏത് ബിൽഡിങ്ങിനാണോ പിടിച്ചു വെച്ചേക്കുന്നത് അതേ ബിൽഡിങ്ങിൻ്റെ മുന്നിൽ തന്നെയായിരുന്നു ഇവർ എത്തിയിട്ടുണ്ടായിരുന്നത്. ഇവരിവിടെ എത്താനായിട്ട് കാരണം കഴിഞ്ഞ ദിവസം നൈറ്റ് ടൈമാണെങ്കിൽ വീട്ടിലേക്ക് എത്തിയിട്ടില്ല. അങ്ങനെ അന്വേഷിച്ചപ്പോൾ അവൻ ഇവിടെ ഉണ്ടെന്നൊരു വിവരം കിട്ടിയെന്ന് പറഞ്ഞിട്ടാണ് ഇവരിപ്പോൾ ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നത്. ക്യാമിനും ജെയ്ഡും വരുമ്പോഴത്തേക്കും അവിടെ നിൽക്കുന്ന ലെഫ്റ്റനൻറ്റും ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതേ സ്ഥലത്ത് തന്നെ ക്യാമൻ നോക്കുമ്പോഴത്തേക്കും അവനാണെങ്കിൽ ആ ഒരു ഗ്യാരേജിൽ വെച്ചിട്ട് നോട്ടീസ് ചെയ്ത ഒരു വെള്ള കാർ കിടക്കുന്നത് കാണുന്നുണ്ട്. അത് ആക്ച്വലി ഒരു കില്ലർ പറഞ്ഞിട്ടാണ് ആ ഒരു ഗ്യാരേജിൻ്റെ അവിടെ നിന്ന് ടൈം കൊണ്ടുവന്നിട്ടതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യമാണ്. അവനപ്പോൾ ആ ഒരു കാറിൻ്റെ നോക്കിയിട്ട് അതിൻ്റെ ഓണർ ആരാണെന്നൊക്കെ ഒന്ന് അന്വേഷിക്കാനൊക്കെ ആയിട്ട് പറയുന്നുണ്ട്. ഇതേസമയം വീണ്ടും ടൈമിനെ കാണിക്കുമ്പോൾ ടൈമിനെ ഇങ്ങനെ കെട്ടിയിട്ടേക്കുന്ന എല്ലാം തന്നെ മറ്റൊരു ക്യാമറയിൽ ഇതേപോലെ ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ആ ഒരു കില്ലർ. എന്നിട്ട് പറയുന്നുണ്ട് നിൻ്റെ ലൈഫിലെ ഏറ്റവും അടിപൊളി ക്ലിപ്പായിരിക്കും ഇതെന്ന്. പാട്ട് കേട്ട് ആരും കേട്ടരുത്, ക്ലിപ്പൊന്നും മാറിപ്പോയിട്ടില്ല. സംഭവം എനിക്ക് കില്ലറിനെ അങ്ങ് ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ തന്നെ നോക്കിക്കേ ആ ഒരു മാസ്കൊക്കെ വെച്ചിരിക്കുന്ന ആൾ എന്ത് ക്യൂട്ടാ. പിന്നെ ആൾ കൊല്ലുന്നത് അത്ര നല്ലവരായ മാന്യന്മാരെന്നല്ലല്ലോ, മോശക്കാർ തന്നെയല്ലേ. അതുകൊണ്ട് തന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എന്തായാലും നമുക്ക് വീണ്ടും സ്റ്റോറിയിലേക്ക് തന്നെ കിടക്കാം. ജെയ്ഡിനെയും ക്യാമിനെയൊക്കെ കാണിക്കുന്ന സമയത്ത് അവരാണെങ്കിൽ ആ ഒരു ബിൽഡിങ്ങിൻ്റെ അകത്തേക്ക് കയറാൻ കണക്കിന് തന്നെ തയ്യാറായി നിൽക്കുന്നുണ്ട്. വീണ്ടും കില്ലറിനെ കാണിക്കുകയാണെങ്കിൽ അയാളാണെങ്കിൽ ഇവനെ കൊല്ലാൻ തന്നെ ഉറപ്പിച്ചിരിക്കുന്നുണ്ട്. ഇയാളാണെങ്കിൽ അവൻ ഇരുത്തിയിരിക്കുന്ന ഒരു സ്ഥലവുമായിട്ട് ഒരു കയറൊക്കെ ഇങ്ങനെ കണക്ട് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. അവിടെയാണെങ്കിൽ ഇങ്ങനെ കത്തി സംഭവങ്ങളൊക്കെ ഇങ്ങനെ അറ്റാച്ച് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ അതാണെങ്കിൽ പെട്ടെന്ന് ഈ കില്ലർ അങ്ങ് അഴിച്ചു കൊടുക്കുകയാണ്. ഉടനെ തന്നെ ആ ഒരു അറ്റാച്ച് ചെയ്തിരുന്ന കത്തി സംഭവം ഇവന് നേർക്ക് വരുന്നുണ്ട്. ഇവൻ അലറി വിളിക്കുന്നുണ്ട്. ബിൽഡിങ്ങിൻ്റെ അകത്തേക്ക് കയറുന്ന ജെയ്ഡും ക്യാമിനും ഒക്കെ തന്നെ ഈ ഒരു ശബ്ദം കേട്ടിട്ട് കറക്റ്റ് അവനുള്ളൊരു സ്ഥലത്തേക്ക് വരുന്നുണ്ട്. എന്നാൽ ആ ഒരു നേരം കൊണ്ട് ആ ഒരു കത്തി അവൻ്റെ കഴുത്തിലേക്ക് കുത്തിക്കയറി അവൻ മരിച്ചിട്ടുണ്ടായിരുന്നു. കില്ലർ അവിടെ നിന്ന് എസ്കേപ്പ് ആയിട്ടുണ്ടായിരുന്നു. സംഭവം സീൻ കുറച്ച് ബ്രൂട്ടലായിരുന്നു. അതുകൊണ്ട് തന്നെ ഫോറൻസിക്കിൽ വർക്ക് ചെയ്യുന്ന ആ ഒരു പെൺകുട്ടികൾക്കൊക്കെ തന്നെ ആ ഒരു കാര്യങ്ങൾ നോക്കിയിരിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ക്യാമിനാണെങ്കിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരെങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. സീനിലേക്ക് ടാങ്കുനും എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടാങ്കുനാണെങ്കിൽ കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് ക്യാമിനോട് സംസാരിക്കാൻ വരുമ്പോൾ സൈഡിൽ നിൽക്കുന്ന ജെയ്ഡാണെങ്കിൽ ചെറുതായിട്ടൊന്ന് ചുമക്കുന്നുണ്ട് ജലസി കാരണം. അത് ടാങ്കുനും മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ക്യാമിനാണെങ്കിൽ ഫസ്റ്റ് ടാങ്കുൻ എന്നായിരുന്നു വിളിച്ചു തുടങ്ങിയത്. അത് കേട്ടിട്ടാണ് ജെയ്ഡ് ചെറുതായിട്ടൊന്ന് ചുമച്ചത്. അതുകൊണ്ട് തന്നെ ടാങ്കുൻ എന്നുള്ള വിളി മാറ്റിയിട്ട് ഡോക്ടർ എന്നുള്ള വിളിയിലായിട്ട് ആക്കുന്നുണ്ട്. അങ്ങനെ ക്യാമിൻ അത് വിളിച്ച് ഇങ്ങനെ ടാങ്കുനോട് സംസാരിക്കുന്ന സമയത്ത് ടാങ്കുനാണെങ്കിൽ ക്യാമിൻ തന്നെയാണ് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ജെയ്ഡ് അപ്പോൾ അങ്ങോട്ടേക്ക് നടന്നു വന്നിട്ട് അല്ല നീ എൻ്റെ പേര് വിളിക്കാറില്ലല്ലോ, പിന്നെ എന്തിനാ ക്യാമിൻ്റെ പേരെന്ന് വിളിക്കുന്നത്, അവൻ ഇൻസ്പെക്ടർ എന്നങ്ങ് വിളിച്ചാൽ പോലെ നോക്കുമ്പോൾ ചെറുതായിട്ട് ജെയ്ഡിനെ ഇട്ടൊന്ന് ചൊറിയാനായിട്ട്. അത് പിന്നെ എനിക്ക് നീയോട്ട് ക്ലോസ് ആവാൻ താല്പര്യമില്ല, എനിക്ക് പിന്നെ ഞാൻ പോയിട്ട് വരട്ടെ ക്യാമിൻ എന്ന് പറഞ്ഞിട്ട് വീണ്ടും അവനെ അങ്ങനെ തന്നെ വിളിക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ തന്നെ ടാങ്കുനാണെങ്കിൽ ടൈമിൻ്റെ ബോഡി കണ്ടിട്ട് എന്താണ് സംഭവം തനിക്ക് എന്താണ് മനസ്സിലായെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് പെട്ടെന്ന് അവൻ്റെ കഴുത്തിലേക്ക് ആ ഒരു കത്തി കുത്തി കയറിയിട്ടാണ് അവൻ സഡനായിട്ട് മരിച്ചേക്കുന്നത്. പിന്നെ അത് മാത്രമല്ല അവൻ്റെ ബോഡിയുടെ അടുത്ത് നിന്ന് ഒരു സബ്സ്റ്റൻസിൻ്റെ സ്മെല്ല് തനിക്ക് കിട്ടാനായിട്ട് പറ്റുന്നുണ്ട്. എന്നാൽ അത് എല്ലാം കറക്റ്റായിട്ട് പോസ്റ്റ്മോർട്ടമൊക്കെ നടത്തിയാൽ മാത്രമേ എന്താണ് സബ്സ്റ്റൻസ് എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് പറ്റത്തുള്ളൂ. അതൊക്കെ താൻ പെട്ടെന്ന് തന്നെ എല്ലാം ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് റിപ്പോർട്ടായിട്ട് അയക്കാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് അവൻ പോകുന്നത്. ടാങ്കുൻ പോയി കഴിയുമ്പോൾ തന്നെ ഫോറൻസിക്കിൽ വർക്ക് ചെയ്യുന്നൊരു പെങ്കൊച്ച് വന്നിട്ട് അവിടെ നിന്ന് കിട്ടിയ ട്രൂത്ത് ഓർ ഡെയർ ലെറ്റർ കൊടുക്കുന്നുണ്ട്. അത് ടൈമിൻ്റെ ട്രൂത്ത് ഓർ ഡെയർ ലെറ്റർ തന്നെയായിരുന്നു. അത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് ഒരു ലെറ്ററിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: നീയാണെങ്കിൽ പൈസയ്ക്ക് വേണ്ടിയിട്ട് നീയാണെങ്കിൽ ഓരോരുത്തരുമായിട്ട് ഇൻറ്റിമേറ്റ് ആവുന്നതും നിൻ്റെ ഫ്രണ്ട് ഗ്രൂപ്പിലുള്ള നിൻ്റെ ഫ്രണ്ട്സ് വരെ ഇൻറ്റിമേറ്റ് ആവുന്ന വീഡിയോസ് വരെ നീ സെല്ല് ചെയ്തില്ല, അതും ഫായുടെയും ചാമ്പിൻ്റെയും ജെയിൻ്റെ ഒക്കെ.
ഈ കാര്യങ്ങളെല്ലാം ട്രൂത്തിൻ്റെ ലെറ്ററിൽ എഴുതിയിരുന്നതാണ്. ഡെയറിൻ്റെ ലെറ്ററിലാണെങ്കിൽ എഴുതിയിരുന്നത് നീയാണെങ്കിൽ ആ ഒരു ഗ്യാരേജിൽ പോയിട്ട് ആ ഒരു വൈറ്റ് കാർ എടുത്ത് സിറ്റിയുടെ പുറത്ത് ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് കൊണ്ടിടണം, എങ്കിൽ മാത്രമേ നിനക്ക് ജീവനോടെ ഇരിക്കാൻ പറ്റത്തുള്ളൂ എന്ന്. അങ്ങനെയൊക്കെയാണ് അവൻ ആ ഒരു കാർ ഇങ്ങോട്ടേക്ക് കൊണ്ടിട്ടത്. പക്ഷെ പറഞ്ഞിട്ടായിട്ടില്ല, എന്നിട്ടും അവനിപ്പോൾ കൊന്നിരിക്കുകയാണ്. അങ്ങനെ ആ ഒരു ലെറ്ററെല്ലാം നോക്കി കഴിയുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇവൻ ഏത് വെബ്സൈറ്റിലാണോ ഈ ഒരു വീഡിയോസും കാര്യങ്ങളെല്ലാം പൈസയ്ക്ക് വേണ്ടി സെല്ല് ചെയ്യുന്നത്, ആ വെബ്സൈറ്റും ഇവൻ്റെ ഐഡിയുടെ ഡീറ്റെയിൽസും എല്ലാം തന്നെ ഇതിൻ്റെ വച്ചിട്ടുണ്ടായിരുന്നു. അത് കണ്ടു കഴിയുമ്പോഴത്തേക്കും ക്യാമനാണെങ്കിൽ ഒരു പോലീസ് ഓഫീസറിൻ്റെ അടുത്ത് അതിൻ്റെ അകത്ത് അവൻ അപ്ലോഡ് ചെയ്ത ഒരു ക്ലിപ്പെല്ലാം തന്നെ ഡിലീറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നോക്കാനായിട്ടൊക്കെ പറയുന്നുണ്ട്. ആ സമയം ലെഫ്റ്റനൻറ്റ് അവൻ്റെ അടുത്തേക്ക് വരാണ്. ആ ഒരു പെൺകുട്ടി വന്നിട്ട് അവർക്ക് കിട്ടിയൊരു ഡീറ്റെയിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതായത് ആ ഒരു വൈറ്റ് കാർ അത് ആരുടെയാണെന്ന് നോക്കുമ്പോൾ ഛായ പോണെന്ന് പറഞ്ഞ ഒരാളുടെ ആയിരുന്നു. അത് വേറെ ആരുമല്ല, ചാമ്പായിരുന്നു. ഇപ്പോൾ ചാമ്പിനെ കാണിക്കുമ്പോൾ അവൻ വീട്ടിൽ ഭയങ്കര ലാവിഷായിട്ടൊക്കെ ഇനി ഇരിക്കുന്ന സമയത്താണ് ചെറിന് അവനെ കോൾ ചെയ്യുന്നത്. അവളാണെങ്കിൽ പേടിച്ചിങ്ങനെ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, എനിക്ക് ഒരു ലെറ്റർ കിട്ടി, എനിക്ക് പേടിയാവുന്നു, എന്താ ചെയ്യട്ടെന്ന് അറിയത്തില്ല. അതിൻ്റെ അകത്ത് ആ ഒരു ക്ലിനിക്കിൻ്റെ ഫോട്ടോസൊക്കെ ഉണ്ടെന്ന്. എന്താണ് സംഭവം എന്നറിയത്തില്ല. അവനാ സമയം നീ പക്ഷേ ആ ക്ലിനിക്ക് പൂട്ടിയതല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ഇങ്ങനെ ഹാൻഡിൽ ചെയ്തതാണ്, എന്നാലും എനിക്ക് പേടിയാവുന്നുണ്ടെന്ന് അവൾ പറയുന്നുണ്ട്. ചാമ്പപ്പോൾ അന്ന് ഫായ് മരിച്ചതിൻ്റെ നീ ആണെങ്കിൽ ഫായ്ക്ക് എന്തൊരു ഡ്രഗ്സ് കൊടുത്തില്ലേ, അതെന്തായിരുന്നു ഡ്രഗ്സ്, അതെന്താ സംഭവം, നീ എന്തിനാ കൊടുത്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയം ഇവൾ പറയാനായിട്ട് ഇങ്ങനെ മടിച്ചിരിക്കുകയാണ്. ചാമ്പപ്പോൾ നീ പറഞ്ഞില്ലെങ്കിൽ എനിക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട്. എന്നാലും അവൾ പേടിച്ച് തന്നെ നിൽക്കുന്നുണ്ട്. ഒരല്പം കഴിഞ്ഞിട്ടാണ് അവൾ കാര്യം എന്താണെന്ന് വെച്ചാൽ പറയുന്നത്. അതായത് ഫായ് മരിക്കുന്നതിൻ്റെ തലേ ദിവസം ഫായും ചെറിനും തമ്മിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഫായ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളെല്ലാവരും ഒരുമിച്ച് പഠിക്കുന്ന അവസാന വർഷമല്ലേ, അപ്പം നമുക്ക് അവരെല്ലാവരും ഒന്ന് പ്രാങ്ക് ചെയ്യാമെന്ന്. അങ്ങനെ പിറ്റേ ദിവസം ഫായ് ആണെങ്കിൽ ഇങ്ങനെ സ്ലീപ്പിംഗ് പിൽസ് കഴിച്ചിട്ട് വയ്യാതാവുന്ന പോലെ ഒരു പ്രാങ്ക് നടത്തുമെന്നും ചെറിനാണെങ്കിൽ ഇങ്ങനെ ഹോസ്പിറ്റലിലേക്ക് ഇങ്ങനെ ആംബുലൻസ് ഒക്കെ വിളിക്കാനായിട്ടുള്ള അങ്ങനെ ഒരു പ്ലാൻ എല്ലാവരെയും ചെയ്ത് പേടിപ്പിക്കാമെന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സ്ലീപ്പിംഗ് പിൽസിന് എന്തോ സംഭവമായിരുന്നു ചെറിൻ ഇവക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ ഒരു പ്രാങ്ക് സീരിയസ് ആവുമെന്നും അവൾ ശരിക്കും മരിക്കുമെന്നും താൻ വിചാരിച്ചില്ല എന്നും ഇത് തൻ്റെ തെറ്റാണെന്നും ചോദിച്ചുകൊണ്ട് അവൾ കരയുമ്പോഴത്തേക്കും ചാമ്പാണെങ്കിൽ അല്ല, ആ ഒരു പ്രാങ്കിൻ്റെ കാര്യം അവൾ തന്നെയല്ലേ പറഞ്ഞു തന്നത്, അപ്പോൾ നിൻ്റെ തെറ്റൊന്നുമില്ല, നീ വന്ന് ടെൻഷൻ ആവണ്ട, ഒരു കാര്യം ചെയ്യും, നീ എൻ്റെ വീട്ടിലേക്ക് വന്നേക്ക്, നമുക്കാണെങ്കിൽ ഒരുമിച്ച് ജയിനെയും പോയി കാണാം, നിനക്കാണെങ്കിൽ കുറച്ച് പേടിയും കുറഞ്ഞു കിട്ടും എന്ന് പറയുന്നുണ്ട്. അവൾ ഓക്കെ എന്ന് പറഞ്ഞിട്ട് കോള് കെട്ടിയുന്നുണ്ട്. എന്നാൽ കോള് കെട്ടി കഴിയുമ്പോൾ ചാമ്പിൻ്റെ മുഖം അങ്ങ് മാറാണ്. കാരണം ചാമ്പിനും ആ ഒരു ലെറ്റർ കിട്ടിയിട്ടുണ്ടായിരുന്നു, അതവിടെ സൈഡിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അടുത്ത ദിവസം ഷാമ്പ് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവനൊന്ന് മീറ്റ് ചെയ്യാനും സംസാരിക്കാനായിട്ട് അങ്ങോട്ടേക്ക് ജെയ്ഡും ക്യാമിലും എത്തുന്നുണ്ട്. എന്നാൽ അവിടെ നിൽക്കുന്ന ബോഡി ഗാർഡ്സ് കയറ്റി വിടുന്നില്ല. ആ ടൈമിന് പോലീസുകാരെ തടയാനായിട്ട് പാടില്ലെന്ന് തനിക്ക് അറിയത്തില്ല എന്നൊക്കെയാണ് ജെയ്ഡ് അയാളോട് ചോദിക്കുമ്പോഴത്തേക്കും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ചാമ്പ് അവരെ കയറ്റി വിട്ടേക്കാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ കയറ്റി വിടുമ്പോൾ തന്നെ ചാമ്പാണെങ്കിൽ ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾക്ക് ഫുഡൊക്കെ വേണമെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്നാൽ ഇവനാണെങ്കിൽ ചുമ്മാ ഇവർക്കിട്ട് താങ്ങുന്നതെന്ന് മനസ്സിലായിട്ട് ഇവരങ്ങനെ മൈൻഡ് ചെയ്യാതെയൊക്കെ തന്നെ ഇരിക്കുകയാണ്. രാമൻ എന്നിട്ട് ആ ഒരു സീനിലുണ്ടായിരുന്ന ആ ഒരു വൈറ്റ് കാർ കാണിച്ചിട്ട് ഇത് നിൻ്റെ അല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും അത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാമായിരിക്കുമല്ലോ, അതുകൊണ്ട് തന്നെ നിങ്ങൾ ചോദ്യം ചെയ്യാനായിട്ട് ഇങ്ങോട്ടേക്ക് വന്നേന്ന് അവൻ തിരിച്ച് പറയുന്നുണ്ട്. രാമനപ്പോൾ പറയുന്നുണ്ട് ടോങ്കള മരിച്ചു, ജയ്ക്ക് ഇഞ്ചേർഡ് ആയിരിക്കുകയാണ്, പിന്നെ ഇന്നലെ രാത്രി ടൈമും മരിച്ചു എന്ന് പറയുന്നുണ്ട്. ആ ഒരു കാര്യം അവൻ ഇപ്പോഴായിരുന്നു കേൾക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൻ ഷോക്കായിട്ട് ടൈം മരിച്ചോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അവൻ മരിച്ചു, ഇന്നലെ രാത്രി നീ എവിടെയായിരുന്നു എന്ന് ചോദിക്കുകയാണ്. ആ സമയം ഞാൻ വീട്ടിൽ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോഴത്തേക്കും അതിന് ഞങ്ങളിൽ തെളിവില്ലല്ലോ, ആർക്ക് വേണമെങ്കിലും അങ്ങനെ പറയാലോ എന്ന് ജെയ്ഡ് പറയുമ്പോൾ അവിടെ നിൽക്കുന്ന ഗാർഡിൽ ഒരാൾ വേണമെങ്കിൽ CCTV പ്രൂഫ് എടുത്ത് കാണിച്ചു തരാമെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം അതിൻ്റെ ഒന്നും ആവശ്യമില്ലാന്ന് ഇവർ തന്നെ പറയാണ്. എന്നിട്ട് അവനോട് പറയുന്നുണ്ട് നിൻ്റെ ഈ ഒരു കാർ ടൈം മരിച്ച അതേ സ്ഥലത്തുണ്ടായിരുന്നു, അതെങ്ങനെയാണ് അവിടെ വന്നേന്ന്. ആ സമയം അവനാണെങ്കിൽ ഇതൊക്കെ അറിഞ്ഞിട്ട് ഇപ്പോൾ എന്താ ചെയ്യാനുള്ള രീതിയിൽ സംസാരിക്കുമ്പോഴത്തേക്കും മര്യാദ സത്യം തുറന്ന് പറയുന്നതാണ് നല്ലത്. ഇനിയിപ്പോൾ നിനക്കാണെങ്കിൽ പറയാൻ താല്പര്യമില്ലെങ്കിൽ വേണമെങ്കിൽ ശിക്ഷയൊക്കെ ഇങ്ങനെ ഏറ്റെടുത്തിട്ട് കുറച്ച് നാൾ ജയിലിൽ പോയി കിടക്കാം, അത്ര ചെറിയ ശിക്ഷയൊന്നും ആയിരിക്കത്തില്ല കിട്ടാൻ പോകുന്നതെന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ എൻ്റെ ടൈമിൻ്റെ കാർ കേടായെന്ന് പറഞ്ഞുകൊണ്ട് അവൻ ചോദിച്ചിട്ട് യൂസ് ചെയ്യാൻ കൊടുത്തതാണ്, അല്ലാതെ എനിക്ക് അതിനെ പറ്റി വേറൊന്നും അറിയത്തില്ല എന്ന് അവൻ പറയുന്നുണ്ട്. രാമൻ ആ സമയം അപ്പോൾ ചെറിൻ ഇന്നലെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ എനിക്കറിയത്തില്ല, അതിനെ പറ്റിയിട്ടൊന്നും ഞാൻ നോക്കിയിട്ടില്ല എന്ന് അവൻ പറയുന്നുണ്ട്. ആ സമയം ഓക്കെ, ഇനിയിപ്പോൾ വേറൊരു കാര്യം കൂടെ, ഫായ് പ്രഗ്നൻ്റ് ആയിരുന്ന കാര്യം നിനക്ക് അറിയാമോ എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അതവൻ അറിയായിരുന്നു, അതുകൊണ്ട് തന്നെ എനിക്കറിയാം, അല്ല അതും ഈ കേസും തമ്മിൽ ഇപ്പോൾ എന്താ ബന്ധമെന്ന് ചോദിക്കുമ്പോൾ അവൾ അബോർഷൻ ചെയ്യാൻ പോയ കാര്യം നിനക്ക് അറിയാമോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ശരിക്കും ഇതൊക്കെ തമ്മിൽ എന്താ കണക്ഷൻ, നിങ്ങളാണെങ്കിൽ ആ ഒരു കില്ലറിനെ കണ്ടുപിടിക്കാൻ നോക്കി ഇതൊക്കെ ചോദിക്കുന്നതിന് പകരം എന്ന് പറയുമ്പോൾ ഞങ്ങൾ ചോദിച്ച് ഇനി മറുപടി തരാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. ആ സമയം എനിക്കറിയാമായിരുന്നുള്ള രീതിയിൽ തന്നെ അവൻ പറയുന്നുണ്ട്. അടുത്ത ക്യാമൻ ചോദിക്കുന്നുണ്ട് നിനക്കും ചെറിനും ആ ട്രൂത്ത് ഓർ ഡെയർ ലെറ്റർ കിട്ടിയോന്ന്. എന്നാൽ അവൻ സത്യം മറച്ചു വെച്ചിട്ട് ഇല്ല ഞങ്ങൾക്ക് കിട്ടിയില്ല എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ചാമ്പ് എഴുന്നേറ്റ് പോയിട്ട് ഒരു പെൻഡ്രൈവോ സംഭവം എന്താണെന്ന് തോന്നുന്നു എടുത്തുകൊണ്ടെന്ന് ഇവർക്കും കൊടുത്തിട്ട് ഇത് നിങ്ങൾ കണ്ടോക്ക്, ഇനി എന്നെ ചെറിനെ ഇതും പറഞ്ഞ് സംശയിക്കാനായിട്ടോ ചോദ്യം ചെയ്യാനായിട്ടോ നിങ്ങൾ വരരുതെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവരാണെങ്കിൽ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ജെയിനെ കുറിച്ച് ഓർത്ത് തനിക്ക് ടെൻഷൻ ഉണ്ടെന്ന് ജെയ്ഡ് പറയുന്നുണ്ട്. എന്നാൽ ജെയ്യാണെങ്കിൽ ഇപ്പോൾ ടൈം മരിക്കുന്ന സമയത്ത് ഹോസ്പിറ്റലിൽ തന്നെ ആയിരുന്നു, അവനെ നോക്കാനായിട്ട് പുറത്തൊരു പോലീസുകാരനും ഇരിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും ജെയ് അല്ല കില്ലർ, ഒരു
ഒരുപക്ഷെ ചാമ്പോ ചെറിനോ ആവാനാണ് ചാൻസ്. നമുക്കിപ്പോൾ ഇവർ രണ്ടുപേരാണ് സംശയിക്കാനുള്ളത്. എന്നാൽ അതേസമയം ജെയ്യും ആ ഒരു കില്ലർ പറയുന്ന വല്ലതൊക്കെ കേട്ടിട്ട് എന്തെങ്കിലും അറിയാണ്ട് ചെയ്ത് പോയാലോ എന്നൊരു പേടി തനിക്കുണ്ടെന്നും ജെയ്ഡ് പറയുമ്പോഴത്തേക്കും ക്യാമിനാണെങ്കിൽ പേടിക്കേണ്ട, അവനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഞാനും നിൻ്റെ കൂടെ ആയിട്ട്, അവനും എൻ്റെ അനിയൻ തന്നെയാണെന്നിങ്ങനെ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ ജെയ്ഡ് ചെറുതായിട്ട് ബ്ലഷായിട്ട് സത്യം പറഞ്ഞാൽ എനിക്കിനി ഇപ്പോൾ കിസ് ചെയ്യണമെന്നുണ്ടെന്ന് പറയുന്നുണ്ട്. എന്നാൽ ക്യാമിൻ ചെയ്തോളാനായിട്ട് പറയുമ്പോൾ പക്ഷേ വർക്ക് ടൈമിൽ അതൊന്നും പാടില്ല, നീ തന്നെയല്ലേ പറഞ്ഞതെന്ന് ജെയ്ഡ് പറയുമ്പോൾ കുഴപ്പമില്ല, ഞാൻ റൂൾസൊക്കെ ചേഞ്ച് ചെയ്തു എന്ന് ക്യാമിൻ പറയുന്നുണ്ട്. അങ്ങനെ ജെയ്ഡാണെങ്കിൽ അവന് ചെറിയൊരു കിസ്സും കൊടുക്കുന്നുണ്ട്. ഇതേസമയം ജെയിനെ കാണിക്കുകയാണെങ്കിൽ ഹോസ്പിറ്റലിൽ ആ ഒരു റൂമിലിങ്ങനെ തനിച്ചിരുന്നിട്ടായിരിക്കും മരിച്ചുപോയ അവൻ്റെ ഓരോ ഫ്രണ്ട്സിനെ കുറിച്ചും അവനിങ്ങനെ ആലോചിക്കുന്നുണ്ട്. ആൾ ഭയങ്കരമായിട്ടങ്ങ് വിഷമിക്കുന്നുണ്ട്. അതേസമയം അവൻ ഇരിക്കുന്ന ആ റൂമിൻ്റെ പുറത്ത് അവനെ നോക്കാനായിട്ടൊരു പോലീസുകാരി ഇരിക്കുന്നത് നമ്മളെ കാണിക്കുന്നുണ്ട്. എന്നാൽ ആ സമയമാണ് അതുവഴി ഒരു മാസ്ക് ഇട്ട ആൾ പാസ് ചെയ്ത് പോകുന്നത്. പക്ഷേ ആ ഒരു പോലീസ് ഇരിക്കുന്നതുകൊണ്ടായിരിക്കും ജെയ്യുടെ റൂമിൻ്റെ അടുത്തേക്ക് അയാൾ വരുന്നില്ല. എന്തായാലും അത് കില്ലർ ആവാനേ ചാൻസ് ഉള്ളൂ. വീണ്ടും ജെയിലിനെയും ക്യാമിനെയും കാണിക്കുമ്പോൾ അവർക്കിപ്പോൾ സംശയിക്കാനായിട്ടുള്ളത് ചെറിനെയും ചാമ്പിനെയാണ്. ഒരുപക്ഷെ അവരിൽ രണ്ടുപേരിൽ ആരെങ്കിലും കില്ലർ ആവാൻ ചാൻസ് ഉണ്ട്. ഇനിയിപ്പോൾ ആണെങ്കിൽ തന്നെ നമുക്കിനി അടുത്ത് എവിടെയാണ് അന്വേഷിക്കേണ്ടത് തനിക്ക് അറിയാമെന്ന് പറഞ്ഞിട്ട് ക്യാമിനെയും കൊണ്ട് ഒരിടത്തേക്ക് പോകാനേ നിൽക്കുകയാണ്. ഇതേസമയം ചെറിനെ കാണിക്കുകയാണെങ്കിൽ അവർക്ക് കിട്ടിയ ഒരു ട്രൂത്ത് ഓർ ഡെയർ ലെറ്ററിൽ ചെറിനും പിന്നെ ചാമ്പും കൂടെ ആയിട്ട് അതേ സെയിം ക്ലിനിക്കിലേക്ക് ഇങ്ങനെ നടന്നു പോകുന്നതായിട്ടുള്ളൊരു ഫോട്ടോ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതൊക്കെ നോക്കിയിട്ട് അവളിങ്ങനെ വിഷമിച്ചിരിക്കുന്നത് പോലെ ഇരിക്കുന്നുണ്ട്. ജെയിനെയും ക്യാമിനെയും കാണിക്കുമ്പോൾ ജെയ്ഡ് ക്യാമിനെയും കൊണ്ട് ആ ഒരു പൂട്ടി ആ ഒരു ക്ലിനിക്കിലേക്കായിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നത്. അവിടെ വരുമ്പോൾ തന്നെ അതിൻ്റെ ലോക്കൊക്കെ അഴിച്ച് അവരകത്തേക്ക് കയറുന്നുണ്ട്. അകത്തേക്ക് കയറുമ്പോൾ മൊത്തം അലങ്കോലേക്ക് കിടക്കുമായിരുന്നു. അവിടെ അകത്ത് ആരെങ്കിലും ഉണ്ടോ എന്ന് പോലും അറിയത്തില്ല. അതുകൊണ്ട് തന്നെ തോക്കൊക്കെ പിടിച്ചാണ് നോക്കി നോക്കി പോകുന്നത്. അങ്ങനെ അവരാരും ഇല്ലെന്ന് ഉറപ്പിക്കുമ്പോഴത്തേക്കും ഇൻഫർമേഷൻ ഡെസ്കിൻ്റെ അങ്ങോട്ടേക്ക് പോയിട്ട് അവർക്ക് ആവശ്യമുള്ള എന്തെങ്കിലും കിട്ടുമോ എന്ന് അവർ നോക്കുന്നുണ്ട്. അങ്ങനെ നോക്കി നോക്കി പോകുന്ന സമയത്ത് അവിടെ ഫായിനെ അബോഷന് വേണ്ടി കൊണ്ടുവന്ന അവളുടെ ഒരു ഫോം ഫില്ല് ചെയ്തത് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അതിങ്ങനെ കണ്ടുപിടിച്ചിട്ട് ജെയ്ഡ് ക്യാമിനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഫായിനെ ബെല്ല് കൊണ്ടുവന്നത് ഇവിടെ തന്നെ ആയിരിക്കും എന്നും പറയുന്നുണ്ട്. ഈ അബോഷനൊക്കെ ചെയ്യുന്ന ആ ഒരു റൂമിലേക്കും ഇവർ പോയി നോക്കുന്നുണ്ട്. നോക്കുമ്പോഴത്തേക്കും അവരിങ്ങനെ വിചാരിക്കുന്നുണ്ട് എന്തുകൊണ്ടായിരിക്കും ബെല്ല് കൊണ്ടുവന്നത്, എന്തുകൊണ്ടായിരിക്കും ചാമ്പ് അവളുടെ കൂടെ വരാതിരുന്നതെന്നൊക്കെ. അത് മാത്രമല്ല ഒരുപക്ഷെ ബെല്ല് ഫായിനെ നിർബന്ധിച്ച് കൊണ്ടുവന്നതാണെങ്കിലോ അവൾ ഫോഴ്സ് ചെയ്ത് ചെയ്യിപ്പിച്ചാണെങ്കിലോ എന്നൊരു സംശയം അവരെ മനസ്സിൽ വരുന്നുണ്ട്. ക്യാമിൻ നടന്ന സംഭവം എന്തായിരിക്കും എന്നൊന്ന് സ്വയം വിഷ്വലൈസ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ഫായിനെ ബെല്ലാണെങ്കിൽ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാൽ അങ്ങോട്ടേക്ക് ഒരുപക്ഷെ ബെല്ലിൻ്റെ കൂടെ ചാമ്പും ചെറിനും കൂടെ വന്നിട്ടുണ്ടാകും എന്നൊരു ഡൗട്ടുള്ളതുകൊണ്ട് തന്നെ അതും കൂടെ ചിന്തിച്ചാണ് അവൻ ആ ഒരു സീൻ വിഷ്വലൈസ് ചെയ്ത് നോക്കുന്നത്. അതിനുശേഷം അവർ വീണ്ടും ഫ്രണ്ട് ഏരിയയിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ ഒരു അനക്കം കാണാണ്. അങ്ങനെ ആരെന്നുള്ള രീതിയിൽ അവരിങ്ങനെ തോക്ക് ചൂണ്ടി പിടിക്കുമ്പോഴത്തേക്കും അതൊരു പ്രായമായ ഒരു വ്യക്തിയായിരുന്നു. അയാളാണെങ്കിൽ ഷൂട്ട് ചെയ്യല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇവരിപ്പോൾ ഞങ്ങൾ പോലീസാണെങ്കിൽ നിങ്ങളിവിടെ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ ഞാനാണെങ്കിൽ വിൽക്കാനായിട്ട് ഇവിടെ നിന്നിട്ട് സാധനങ്ങൾ എടുക്കാനായിട്ട് വന്നതാണെന്ന് പറയുന്നുണ്ട്. ആ ടൈമിന് ഇവർ അല്ല ഈ സ്ഥലം പൂട്ടിയിട്ട് എത്ര നാളായി എന്ന് ചോദിക്കുമ്പോഴത്തേക്കും 1 മാസം പോലും ആയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം തന്നെ ഇവിടെ വേറെ ആരെങ്കിലും ഇങ്ങനെ വന്നിട്ടുണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും നിങ്ങളെപ്പോലെ തന്നെ ഒരു പെങ്കൊച്ചും കുറച്ച് ദിവസം മുന്നേ ഇവിടെ വന്നിട്ട് എന്തൊക്കെയോ നോക്കുന്നത് ഞാൻ കണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. കേൾക്കുമ്പോൾ തന്നെ അത് ചെറിനാവാൻ ചാൻസ് ഉണ്ടെന്ന് ഡൗട്ട് ഉള്ളതുകൊണ്ട് തന്നെ അവളുടെ ഒരു ഫോട്ടോ എടുത്ത് ക്യാമിൻ കാണിക്കുന്നുണ്ട്. അയാളപ്പം തന്നെ ഇത് തന്നെയാണ് ആ പെൺകുട്ടി, എനിക്കാണെങ്കിൽ ആ പെൺകുട്ടിയുടെ മുടിയുടെ കളറ് ഓർമ്മയുണ്ടെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. തിരിച്ച് സ്റ്റേഷനിലേക്ക് വന്നോടനെ തന്നെ ചാമ്പ് കൊടുത്ത ഒരു പെൻഡ്രൈവിൻ്റെ അകത്ത് എന്താണുള്ളതെന്ന് അറിയാൻ ഇവർ പ്ലേ ചെയ്ത് നോക്കുന്നുണ്ട്. അതൊരു ഓഡിയോ ക്ലിപ്പായിരുന്നു. കഴിഞ്ഞ ദിവസം ചാമ്പും ചെറിനും തമ്മിൽ സംസാരിച്ച ആ ഒരു സിറ്റുവേഷൻ നമ്മളത് ഓൾറെഡി കേട്ടതാണ്. അതായത് ചാമ്പ് അവളടുത്ത് ചോദിക്കുന്നത് നീയാണെങ്കിൽ ഫയർ എടുത്ത് എന്ത് ഡ്രഗ്സാണ് കൊടുത്തത്, നിങ്ങൾ എന്താണ് സംസാരിച്ചതെന്നൊക്കെ. അപ്പോൾ അവളാണെങ്കിൽ കാര്യങ്ങളെല്ലാം തുറന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രാങ്കാണ് അതാണെന്നുള്ള സംഭവമെല്ലാം. അതേ സെയിം ഓഡിയോ ക്ലിപ്പായിരുന്നു. അതെല്ലാം തന്നെ ഇവരിപ്പോൾ കേൾക്കുന്നുണ്ട്. ആ സമയമാണ് അങ്ങോട്ടേക്ക് മറ്റൊരു ഓഫീസർ വരുന്നത്. അയാൾ വന്നിട്ട് ഇത് നിങ്ങൾക്കുള്ളതാണെന്ന് പറഞ്ഞിട്ട് ഒരു ലെറ്റർ ഇങ്ങനെ കൊടുത്തിട്ട് പോകുന്നുണ്ട്. സംഭവം കാണുമ്പോഴത്തേക്കും ഇവർ രണ്ടുപേരും ഒന്ന് ഷോക്കാവുന്നുണ്ട്. കാരണം ഇവർക്കും വന്നിട്ടുള്ള ഒരു ട്രൂത്ത് ഓർ ഡെയർ ലെറ്റർ ആയിരുന്നു. ഇതേസമയം ചെറിനെയും ചാമ്പിനെയും കാണിക്കുകയാണെങ്കിൽ ജെയ്യുമായിട്ട് ഒന്ന് സംസാരിക്കാനായിട്ട് ആരോടും പറയാതെ രണ്ടുപേരും ഇപ്പോൾ ജെയിനെ ഹോസ്പിറ്റലിലേക്ക് കാണാനായിട്ട് വന്നിരിക്കുകയാണ്. ചെറിനപ്പോൾ ഇങ്ങനെ പോലീസുകാരുടെ അടുത്തൊക്കെ പറയാതെ ഇങ്ങോട്ടേക്ക് വന്നത് ശരിയായോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ചാമ്പ് അല്ലെങ്കിൽ തന്നെ നമ്മളിത് ആരടുത്ത് പറയാനാ, ആകെ ജീവനോടിരിക്കുന്ന നമ്മൾ 3 പേര് മാത്രമാണ്. നമുക്ക് അവൻ്റെ അടുത്ത് സംസാരിച്ച് അവൻ എന്തെങ്കിലും കാര്യം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ചോദിച്ച് അവൻ ലെറ്റർ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാര്യം ചോദിച്ച് ഇങ്ങനെ ഒരുമിച്ച് സർവൈവ് ചെയ്യാന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കാമെന്നിങ്ങനെ പറയുന്നുണ്ട്. വീണ്ടും ജെയിനെയും ക്യാമിനെയും കാണിക്കുമ്പോൾ അവർക്ക് വന്ന ഒരു ലെറ്ററിൻ്റെ അകത്ത് എന്താണുള്ളതെന്ന് അവർ ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ട്. നോർമലി ട്രൂത്തിൻ്റെയും ഡെയറിൻ്റെയും 2 ലെറ്റേഴ്സ് ഉണ്ടായിരിക്കും. എന്നാൽ ഇവർക്ക് രണ്ടുപേർക്കും ഇവിടെ ഡെയർ എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ ലെറ്റർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതും അവർ എന്തുകൊണ്ടായിരിക്കും എന്ന് ചിന്തിക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു ഡെയർ ലെറ്ററിൻ്റെ അകത്ത് എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് വായിച്ച് നോക്കുമ്പോൾ കില്ലർ അതിൻ്റെ അകത്ത് എഴുതിയിരുന്നത് ഈ ഒരു കേസ് തെളിയിച്ച് സത്യം എന്താണെന്ന് കണ്ടുപിടിക്കാനല്ലേ നിങ്ങൾ നോക്കിയിരിക്കുന്നത്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു അവസരം തരുന്നു. ചെറിൻ, ചാമ്പ്, ജെയ് ഇതിൽ 3 പേരിലും ആരാണ് യഥാർത്ഥ കുറ്റവാളി എന്ന് നിങ്ങൾ എന്നെ കണ്ടുപിടിക്കുക. നിങ്ങൾ എങ്ങനെ തെറ്റിപ്പോയി കഴിഞ്ഞാൽ നിങ്ങളെ ഞാൻ കൊല്ലുമെന്ന് പറയുന്നുണ്ട്. ഇത് വായിച്ചു കഴിയുമ്പോൾ ജെയ്ഡാണെങ്കിൽ ഇവൻ പോലീസുകാരെയും ഭീഷണിപ്പെടുത്തി തുടങ്ങിയോ, പിന്നെ കൊല്ലൂന്ന് പോലും ഇവ ആരാന്ന് ഇവൻ്റെ വിചാരം എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. എന്നാൽ ഇത് വായിച്ചു കഴിയുമ്പോഴത്തേക്ക് ക്യാമിന് എന്തൊരു പന്തികേട് തോന്നിയിട്ട് നീ വേഗം തന്നെ ജെയ്യുടെ അടുത്തേക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് പറയുന്നുണ്ട്. ആ സമയം നീ കൂടെ വരുന്നില്ലേന്ന് ചോദിക്കുമ്പോൾ ക്യാമിന് ഞാനിവിടെ സെർച്ച് വാറൻറ്റും കാര്യങ്ങളൊക്കെ നോക്കട്ടെ എന്ന് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും
അതൊക്കെ കെന്നും മറ്റുള്ളവർ നോക്കിക്കോളൂന്ന് ജെയ്ഡ് പറയുന്നുണ്ട്. എന്നാൽ പെട്ടെന്ന് ക്യാമിൻ്റെ ആ ഒരു ടോണ് മാറാണ്. ആളങ്ങ് ഷൗട്ട് ചെയ്തുകൊണ്ട് നിൻ്റെ അടുത്തല്ലേ അങ്ങോട്ടേക്ക് പോകാൻ പറഞ്ഞത് എന്നിങ്ങനെ പറയുന്നുണ്ട്. ജെയ്ഡ് അപ്പോൾ എന്താ പ്രശ്നം, നീ ലെറ്റർ കണ്ട് പേടിച്ചിരിക്കുകയല്ലാന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്, എന്താ കാര്യം തുറന്നു പറയാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. ആ ടൈമിന് ഒന്നുമില്ല, ജസ്റ്റ് എനിക്കാണെങ്കിൽ നല്ല ടെൻഷനുണ്ട് ജെയ്ഡ് കാര്യത്തിൽ, ഈ സമയം കളയാതെ വേഗം അങ്ങോട്ടേക്ക് പോകാനേ പറയുന്നുണ്ട്. ജെയ്ഡ് പിന്നെ വേറെ ഒന്നും ചോദിക്കാനായിട്ട് നിൽക്കുന്നില്ല, അവൻ അവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. അങ്ങനെ ജെയ്ഡാണെങ്കിൽ ജെയ്യുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അവിടെ റൂമിൽ ചെന്നിരുന്ന് ഇങ്ങനെ ആപ്പിളൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജെയ്യാണെങ്കിൽ അല്ല പെട്ടെന്ന് തൊട്ട് ഇങ്ങോട്ടേക്ക് വരാൻ മുഖം ഒരുമാതിരി ഇരിക്കുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ നിന്നെ നോക്കാനായിട്ട് വന്നതാണ്, എങ്ങാനും പോലീസുകാരെ കണ്ടുപിടിച്ച് കില്ലർ അങ്ങനെ തന്നെ പിടിച്ചുകൊണ്ട് പോയാലോ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും അതൊന്നും അല്ലല്ലോ, കണ്ടിട്ട് ദേഷ്യമുള്ളതുപോലെ തോന്നുന്നുണ്ടല്ലോ, നിങ്ങളുടെ ഒരു വഴക്കിട്ടോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ജെയ്ഡ് അപ്പോൾ ജെയിനോട് അത് ഞങ്ങൾക്കും ആ ഒരു ലെറ്റർ കിട്ടിയെന്നുള്ള കാര്യം തുറന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ തന്നെ ജെയ് ഷോക്കായിട്ട് നീ വേഗം ക്യാമിൻ്റെ അടുത്തേക്ക് പോകാൻ നോക്ക്, എന്നെ നോക്കാനായിട്ട് ഒരുപാട് പോലീസുകാരുണ്ട്, നീ പെട്ടെന്ന് അവൻ്റെ അടുത്തേക്ക് പോകാനേ പറയുന്നുണ്ട്. എന്നാൽ ജെയ്ഡാണെങ്കിൽ നീ എന്നെ ഓട്ടിച്ചുവിടാൻ നോക്കുകയാണെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്ക് ഞാൻ ഓട്ടിച്ചുവിടാൻ വേണ്ടി പറയുന്നില്ല, കാര്യമായിട്ട് പറയുന്നത്, നീ പെട്ടെന്ന് വീട്ടിലേക്ക് പോകാൻ നോക്ക്, എന്നിട്ട് എനിക്ക് മെസ്സേജ് ഇടാനും പറയുന്നുണ്ട്. അങ്ങനെ ജെയ്ഡാണെങ്കിൽ ആ ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോകുന്നുണ്ട്. ജെയ്യാണെങ്കിൽ ഈ ഒരു കാര്യം കേട്ടിട്ട് അങ്ങ് ടെൻഷനായി പോയിട്ടുണ്ടായിരുന്നു. നൈറ്റ് ജെയ്ഡ് തിരിച്ച് വീട്ടിലേക്ക് എത്തിയിട്ടും ക്യാമിൻ എത്തിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ജെയ്ഡ് വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് ക്യാമിൻ തിരിച്ചു വരുന്നുണ്ട്. ജെയ്ഡ് അങ്ങനെ ക്യാമിൻ്റെ അടുത്ത് എന്നെ ഒറ്റയ്ക്ക് മാറ്റി നിർത്തിയിട്ട് കേസ് അന്വേഷിക്കാൻ പോയതാണെന്ന് നോക്കുമ്പോൾ അല്ല, ഞാനാണെങ്കിൽ മറ്റ് ഓഫീസേഴ്സിൻ്റെ അടുത്ത് നമുക്ക് കിട്ടിയ ഇൻഫർമേഷനാണ് തന്നെ ഒന്ന് പറഞ്ഞിട്ട് കൺഫേം ചെയ്യാനായിട്ട് പോയതാണ്, എന്തെങ്കിലും പുതിയതായിട്ട് അറിയുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ നിന്നോട് പറയുമെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. ജെയ്ഡ് അപ്പോൾ നീ എന്ത് റീസണിനാണ് എന്നെ ഇങ്ങനെ ഒഴിവാക്കി മാറ്റുന്നതെന്ന് എനിക്കറിയത്തില്ല, ഞാനാണ് ആദ്യമേ നിൻ്റെ പുറകെ വന്നതെന്ന് കരുതിയിട്ട് നീ തോന്നുമ്പോഴത്തേക്കും എന്നെ ഒഴിവാക്കി വിടാമെന്നൊന്നും വിചാരിക്കാൻ നിൽക്കരുത്, നിനക്ക് ഈ ഒരു കാര്യം സംസാരിച്ച് സോൾവ് ചെയ്യാനായിട്ട് പറ്റിയില്ലെങ്കിൽ പിന്നെ നീ എൻ്റെ അടുത്ത് സംസാരിക്കാൻ വരണ്ടാന്ന് പറഞ്ഞിട്ട് അവർ റൂമിലേക്ക് കയറി പോകുന്നുണ്ട്. എന്നാൽ കയറി പോകുന്ന സമയത്ത് ക്യാമിൻ പുറകെ വരുന്നുണ്ടെന്ന് ഒരു വിശ്വാസം അവനുണ്ടായിരുന്നു. എന്നാൽ നോക്കുമ്പോൾ വരുന്നില്ല. അങ്ങനെ ഇവൻ പിണങ്ങി അങ്ങ് ബെഡിലേക്ക് ചെന്ന് കിടക്കുന്നുണ്ട്. ഇവനങ്ങ് ഉറങ്ങുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ക്യാമിൻ ബെഡിലേക്ക് വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ജെയ്ഡിനെ വിളിക്കുകയാണ്. അങ്ങനെ ജെയ്ഡ് എഴുന്നേൽക്കുമ്പോഴത്തേക്കും അപ്പോഴും ചെറിയൊരു ദേഷ്യം ഉണ്ടായിരുന്നു. ക്യാമിൻ അപ്പോഴത്തേക്കും ഒരുമാതിരി ഇരിക്കുന്നുണ്ട്. അപ്പോൾ എന്തൊരു നീ ഡ്രിങ്ക് ചെയ്തോ, എന്തിനാണ് ഡ്രിങ്ക് ചെയ്തതെന്നൊക്കെ ചോദിക്കുമ്പോൾ ക്യാമിൻ ഹഗ് ചെയ്തിട്ട് ഐ ആം സോറി, ഞാൻ ആദ്യമേ നിൻ്റെ അടുത്ത് തുറന്ന് പറയേണ്ടതായിരുന്നു, എന്നാൽ ഞാനാണെങ്കിൽ എനിക്കുള്ള കാര്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ എന്നെ ജഡ്ജ് ചെയ്യോ, നീയാണെങ്കിൽ എന്നെ ഇഷ്ടപ്പെടുന്ന നിർത്തുമോ എന്നൊക്കെ ഇനി ചോദിക്കുന്നുണ്ട്. ജെയ്ഡ് അപ്പോൾ ഒരിക്കലും ഇല്ല എന്നുള്ള രീതിയിൽ പ്രോമിസൊക്കെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ജെയ്ഡ് പറയുന്നുണ്ട് ഞാൻ നിന്നെ ഫോഴ്സ് ചെയ്യുന്നില്ല, നീ ആണെങ്കിൽ ഇപ്പോൾ അതൊക്കെ പറഞ്ഞാൽ മതി, ഞാൻ വെയിറ്റ് ചെയ്യാൻ റെഡിയാണെന്ന്. ക്യാമിനപ്പോൾ പറയുന്നുണ്ട് എനിക്കറിയാം ഞാൻ അത്ര നല്ലൊരാളൊന്നും അല്ലാന്ന്, പക്ഷേ നീയാണെങ്കിൽ നിന്നെ സ്നേഹിക്കാനായിട്ട് എനിക്ക് അവസരം തരണം, എന്നെയാണെങ്കിൽ അതിൽ നിന്ന് ഒഴിവാക്കി വിട്ടേക്കില്ലെന്ന് പറയുന്നുണ്ട്. ആ സമയം ഒരിക്കലും ഇല്ല, എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമാണ്, ഞാൻ നിന്നെ വിട്ടിട്ട് പോകത്തില്ല, എനിക്ക് നിന്നെ വിശ്വാസമാണെന്ന് പറയുമ്പോഴത്തേക്കും ക്യാമിനും തിരിച്ച് എനിക്ക് നിന്നെ നല്ല വിശ്വാസം ഉണ്ടെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. രണ്ടുപേരും ഹഗ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലത്തെ കാര്യമാണെന്ന് തോന്നുന്നു. ക്യാമിനാണെങ്കിൽ ഉറക്കം എഴുന്നേറ്റ് വന്നിട്ട് അവനാണെങ്കിൽ എവിഡൻസിൻ്റെ ഫോട്ടോസ് സംഭവമൊക്കെ ആണെന്ന് തോന്നുന്നു. ഇങ്ങനെ എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഇരിക്കുന്ന സോഫയിൽ ഒരു പില്ലോ ഇതിന് താഴെ വീണ് കിടക്കുന്നത് അവൻ തിരിച്ചെടുത്ത് വയ്ക്കാനായി പോകുന്നുണ്ട്. എന്നാൽ നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് ജെയ്ഡും ക്യാമിനും ഒരുമിച്ചെടുത്ത ഫോട്ടോയുടെ പ്രിൻ്റ് ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയം തന്നെ ജെയ്ഡ് ബാക്കിൽ നിന്ന് ഇങ്ങനെ ഹഗ് ചെയ്തിട്ട് എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ, ഞാൻ ചെയ്തതാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ക്യാമിൻ അപ്പോൾ ആ കൊള്ളാമെന്നൊക്കെ പറയുമ്പോൾ കണ്ടില്ലേ ഞാൻ നിൻ്റെ ലൈഫിൽ വന്നില്ലാത്ത ഇതിൻ്റെ ലൈഫ് മൊത്തം അങ്ങ് ബോറിംഗ് ആയി പോയെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. ആ സമയം ക്യാമിൻ എങ്കിൽ പിന്നെ ഞാൻ നിന്നെ പോലെ ഫ്രീ ആയിട്ടിരിക്കാനായിട്ട് ശ്രമിക്കാമെന്ന് പറഞ്ഞിട്ട് ആ ഒരു പില്ലോയിൽ ജെയ്ഡിൻ്റെ മുഖം വരുന്ന ഏരിയയിൽ മാർക്കറിട്ട് വരയ്ക്കാനേ പോവാണ്. എന്നാൽ ജെയ്ഡാണെങ്കിൽ അതിൻ്റെ അകത്ത് വരയ്ക്കല്ലേ എന്നിങ്ങനെ പറയുമ്പോൾ എനിക്കാണെങ്കിൽ നിന്നെ പോലെ ഫ്രീ ആയിട്ടിരിക്കണമെന്ന് പറയുന്നുണ്ട്. ജെയ്ഡപ്പോൾ അങ്ങനെ ഇരുന്നോ ഞാൻ സപ്പോർട്ട് ചെയ്യാം, പക്ഷേ ഈ പില്ലോയിൽ വരയ്ക്കരുത്, ആകെ നമ്മുടെ ഈ ഫോട്ടോ വന്നിട്ട് ഒരൊറ്റ പില്ലോ മാത്രമേ ഉള്ളൂ, പിന്നെ ഞാനിത് ഇപ്പോൾ ചെയ്യിപ്പിച്ചേ ഉള്ളൂ, ഇത് നശിപ്പിക്കല്ലെന്ന് പറയുന്നുണ്ട്. ആ സമയം എങ്കിൽ പിന്നെ നിൻ്റെ മുഖത്ത് വരയ്ക്കാമെന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ ജെയ്ഡിൻ്റെ മീശയും താടിയൊക്കെ നല്ല അടിപൊളിയായിട്ട് അങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട്. ജെയ്ഡപ്പോൾ എങ്കിൽ പിന്നെ ഞാൻ തിരിച്ചും വരയ്ക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് ആ മാർക്കർ വാങ്ങാൻ പോകുമ്പോൾ ക്യാമറയാണെങ്കിൽ കൊടുക്കുന്നില്ല. അയ്യ അതുപോലും വാങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവനെയും കളിയായിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ജെയ്ഡാണെങ്കിൽ അങ്ങനെയാണെന്നൊക്കെ ചോദിച്ചിട്ട് ആ ഒരു മാർക്കർ അവൻ്റെ നിന്ന് വാങ്ങാനായി ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ അവർ കുറച്ചൊരു ഇങ്ങനെ എൻജോയ് ചെയ്ത് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതും കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് ഇവിടെ എൻഡ് ആവുന്നത്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബൈ.